തദ്ദേശ തെരഞ്ഞെടുപ്പിലെ നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള സമയപരിധി നാളെ അവസാനിക്കാനിരിക്കെ വിമതരെയും അപരന്മാരെയും എങ്ങനെയുമൊക്കെ പിന്തിരിക്കാനുള്ള അവസാനവട്ട ശ്രമങ്ങളാണ് രാഷ്ട്രീയ പാർട്ടികൾ. നാളെ വൈകിട്ടോടെ മത്സരത്തിന് അന്തിമ ചിത്രം വ്യക്തമാകും. കോൺഗ്രസ് വിമതർ പിന്മാറിയില്ലെങ്കിൽ നാളെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുമെന്ന് കെ മുരളീധരൻ മുന്നറിയിപ്പ് നൽകി. എല്ലാ ജില്ലകളിലും മുന്നണികൾക്ക് തലവേദനയായി വിമതർ രംഗത്തുണ്ട്. തിരുവനന്തപുരം കോർപ്പറേഷനിൽ മാത്രം CPM-ന് 4 കോൺഗ്രസിന് 3 വിമതരാണ് മത്സര രംഗത്തുള്ളത്. മറ്റിടങ്ങളിലും സ്ഥിതി വ്യത്യസ്തമല്ല. CPIM അംഗങ്ങളായ ഭൂരിഭാഗം വിമതരെയും പാർട്ടിയിൽ നിന്ന് പുറത്താക്കി കഴിഞ്ഞു. നോമിനേഷൻ പിൻവലിക്കേണ്ട സമയം വരെ കോൺഗ്രസ് വിമതർക്ക് സമയം നൽകിയിട്ടുണ്ട്. അതിനുശേഷമായിരിക്കും നടപടി. നാളെ വൈകുന്നേരം 3 മണി വരെ സമയമുണ്ട്. അത് കഴിഞ്ഞാൽ പാർട്ടിക്ക് പുറത്ത്. പിന്നെ വിമതരല്ല, പിന്നെ പാർട്ടിക്ക് പുറത്താണ്. പിന്നെ സാധാരണ ആൾക്കാർക്കൊരു ഫീലിംഗ് ഉണ്ട്, പഞ്ചായത്തിൽ പുറത്താക്കുന്നവരെ അസംബ്ലി വരുമ്പോൾ തിരിച്ചെടുക്കുന്നു. ഇത്തവണ ഞങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത് പ്രവർത്തകരുടെ ഇലക്ഷന് സഹായിക്കാത്തവർ നേതാക്കന്മാരുടെ ഇലക്ഷനും ആവശ്യമില്ല എന്നുള്ള നിലപാടാണ് പാർട്ടി സ്വീകരിച്ചിട്ടുള്ളത്. കാസർഗോഡ്, ബെള്ളൂർ പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി എന്നിവിടങ്ങളിലെ സിറ്റിംഗ് സീറ്റുകളിൽ BJPക്ക് വിമത സ്ഥാനാർത്ഥികളുണ്ട്. വിമതരായി മത്സരിക്കുന്നവരെ മുസ്ലിം ലീഗും പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയിട്ടുണ്ട്. വിമതരെ പിന്തിരിപ്പിക്കാനുള്ള അവസാനഘട്ട ശ്രമങ്ങളിലാണ് രാഷ്ട്രീയ പാർട്ടികൾ. ആകെ 98,451 സ്ഥാനാർത്ഥികളാണ് മത്സരരംഗത്തുള്ളത്. ഇന്നലെ 2261 നോമിനേഷനുകളാണ് സംസ്ഥാനത്ത് സൂക്ഷ്മ പരിശോധനയിൽ തള്ളിയത്. ഡമ്മി സ്ഥാനാർത്ഥികളും നാളെ നോമിനേഷൻ പത്രികകൾ പിൻവലിക്കും. 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.